അങ്ങനെ ഗുണ്ടൽപേട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. 2 ദിവസത്തെ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ദിവസത്തെ ഫുഡ് ഫുള്ള് നമ്മൾ വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലം നോക്കിയിരുന്ന് ഫുഡൊക്കെ കഴിച്ച് അടുത്തത് നമ്മൾ പോയത് ഗോപാൽസ്വാമി പേട്ടിലേക്കാണ് കേട്ടോ. അവിടേക്ക് നമ്മളുടെ വണ്ടി കടത്തി വിടൂല, അതുകൊണ്ട് ഇതുപോലൊരു KSRTC ബസ്സിൽ കയറിയിട്ട് വേണം പോവാൻ. പോകുന്ന വഴിക്കൊക്കെ അടിപൊളി വ്യൂസ് ആണ് കേട്ടോ. പിന്നെ പണ്ട് വീരപ്പൻ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു അമ്പലമാണ് ഇതെന്നാണ് പറയുന്നത്. ശരിയായിരിക്കും കേട്ടോ, കാരണം ഈ ഒരു കാട് ഫുള്ളായിട്ട് തേക്കും ചന്ദനും ഒക്കെ തന്നെയാണ്. അങ്ങനെ അമ്പലത്തിലെത്തുമ്പോഴത്തേക്കും മോൻ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു അമ്പലം 1450 മീറ്റർ മുകളിലാണ് കേട്ടോ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മേഘങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു ഫീലാണ് കിട്ടുക. കുറച്ചുകൂടെ രാവിലെ ആണെങ്കിൽ ഫുൾ കോട മൂടിയിട്ടാണ് കേട്ടോ ഉണ്ടാവുക. ശരിക്കും ലൈഫിൽ ഒരു തവണയെങ്കിലും ഇവിടെ വരണം കേട്ടോ, കാരണം നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ നല്ല കാറ്റും തണുപ്പും ഇവിടുത്തെ മേഘങ്ങൾക്ക് വരെ പ്രത്യേക ഒരു ഭംഗിയുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ.